നമ്മൾ ഇന്ന് ചെറിയൊരു യാത്ര പോവുകയാണ്. ഇന്നല്ലോട്ടോ പോണത്, നാളെ രാവിലെയാണ്. അതുകൊണ്ട് തന്നെ വണ്ടി വർഷാപ്പിൽ കൊടുത്ത് ശരിയാക്കാൻ വേണ്ടി വന്നേക്കാം. നമ്മുടെ വീടിന്റെ അടുത്തുള്ള സുഹൃത്തിന്റെ വർഷാപ്പാണ്. നമ്മൾ എപ്പോഴും ഇവിടെ തന്നെ കൊണ്ടുവരാറ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു സോളാറിന്റെ പരിപാടി തുടങ്ങിണ്ടായി. അപ്പൊ നമ്മളൊരു കസ്റ്റമർ വിളിച്ചിട്ട് അങ്ങോട്ട് പോകണം. കസ്റ്റമറിന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി നമ്മളോട് തിരിച്ചു പോകും. അങ്ങനെ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ട്രിപ്പ് പോവുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ കയറി ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു. അവിടെ നിന്ന് പിന്നെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയി അവനെയും പിക്ക് ചെയ്ത് നേരെ ഒന്ന് വാൽപ്പാറയ്ക്ക് പോകും. പോണ വഴിക്ക് ഞാനും എന്റെ കൂട്ടുകാരൻ +2 പഠിച്ച സ്കൂള്. നമ്മ പഠിച്ചപ്പില്ലാത്ത മാറ്റങ്ങളൊക്കെ സ്കൂളിന് സംഭവിച്ചു. അതിരപ്പള്ളി എത്തിയപ്പോ തന്നെ നമ്മൾ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി വണ്ടി നിർത്തിയില്ല. നമ്മൾ ഈ യാത്ര പോണത് അധികം പ്ലാൻ ചെയ്തിട്ടൊന്നല്ല, അങ്ങനെ പോവാൻ തോന്നി. അപ്പൊ വണ്ടിയായിട്ട് അങ്ങനെ ഇറങ്ങി. മഴ സമയമൊക്കെ കാട്ടിലൂടെ വണ്ടി ഓടിക്കാൻ നല്ല രസമായിരിക്കും. അതിരപ്പള്ളി പാസ് ചെയ്യുമ്പോ തന്നെ നല്ല രീതിക്ക് തണവുണ്ടായിരുന്നു. വാൽപ്പാറക്ക് കിടക്കുമ്പോ അത്രയും തണവുണ്ടാവും നമ്മൾ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായില്ല. അതിരപ്പള്ളി കഴിയുമ്പോ തന്നെ നമുക്ക് ചെക്ക് പോസ്റ്റിന് സ്ലിപ്പ് കിട്ടും. അതും വാങ്ങിയപ്പോ മലക്കപ്പാറക്ക് പോയിക്കൊണ്ടിരിക്കും. ഏകദേശം മലക്കപ്പാറ എത്തരപ്പോഴേക്കും നല്ല രീതിക്ക് മഴ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ റെയിൻകോട്ട് ഉള്ളതുകൊണ്ട് മാത്രം കഴിച്ചില്ല. ഒറ്റപ്പെട്ടി കാട് പിടിച്ച റോട്ടിൽ കൂടെ ലോറിയൊക്കെ പോകണാണ് നല്ല രസമായിരുന്നു. കാട്ടിലൂടെ ഇങ്ങനെ വന്നു കഴിയുമ്പോ നമുക്ക് ആദ്യം കാണുന്ന ഒരു ബിസ്മി ഹോട്ടലുണ്ട്. അവിടെ ചായ കുടിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു പാക്കറ്റ് ബെണ്ണ ഉണ്ടായിരുന്നു. അതും അവിടെ നിന്ന് കുറച്ച് കറിയും മേടിച്ച് കാരണം ഇനി പാലക്കാടൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ നിർത്തുള്ളൂ നമ്മൾ. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെവി അങ്ങനെ. തണുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യായ തണുപ്പ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിക്ക് കോടങ്ങടെ ഇറങ്ങി നിൽക്കണം. കുറച്ച് കഴിഞ്ഞപ്പോ കാടിന്റെ അങ്ങേറ്റത്ത് ഒരു ആന നിൽക്കണം. 2-3 ആന നിൽക്കണ്ടായിരുന്നു. പക്ഷെ അധികം കാണാൻ പറ്റണ്ടായി. നമ്മള് വല്ല പുലിനെയും വലിയ ആനനൊക്കെ അടുത്തടുത്ത് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചു. അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ മൃഗങ്ങൾ കാണാൻ പറ്റുന്ന. അത് കഴിഞ്ഞ് വഴി കാണുന്ന വ്യൂ പോയിന്റിലൊക്കെ നിർത്തി കുറച്ചു നേരം നോക്കി നിന്ന് അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പൊള്ളാച്ചിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാട്ടുപന്നികളെ കണ്ട് കുറച്ചാറ്റിങ്ങൾ വഴി നിന്ന് പുല്ലിനെ. പിന്നെ ഞങ്ങൾ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാനില്ല, ഫോണിലെ ചാർജ് കുറവായിരുന്നേ.